ഈശ്വരനൊരിക്കൽ വിരുന്നിനു പോയി രാജകൊട്ടാരത്തിൽ വിളിക്കാതെ. ഈശ്വരനായാലും ആരായാലും വിളിക്കാതെ പോകേണ്ട വല്ല കാര്യം ഉണ്ടായിരുന്നു? ക്ഷണിക്കാതെ പോയിട്ട് പിന്നെ പരാതി പറഞ്ഞിട്ട് കാര്യമുണ്ടോ? ഈശ്വരൻ പറഞ്ഞപ്പോൾ ഒരു പ്രശ്നമില്ല. നമ്മളാരെങ്കിലും പോയിരുന്നെങ്കിൽ തല്ലിക്കൊന്നെ നമ്മളെ വീട്ടിലല്ലേ. സ്റ്റെപ്പേ ആ സ്റ്റെപ്പിങ് വരൂ. ഹലോ മുതലാളിയൊക്കെ ശരിയാണ്, സ്റ്റെപ്പല്ല ഷെഫ് എന്നാണ് നിന്റെ ധാരണ. നീ ഇവിടെ എന്തെങ്കിലും ഉണ്ടാക്കിയെങ്കിൽ നീ ഷെഫാകത്തുള്ളൂ. നീ സ്റ്റെപ്പാണ്. ഓക്കെ, നീ എന്ത് വെച്ചു രാവിലെ? എന്താ രാവിലെ എന്ത് വെച്ചു? ഞാനെന്നും ഒന്നും വെക്കണ്ടെന്ന് വെച്ചു. എടാ, വിളിച്ചിരിക്കുന്ന ഗസ്റ്റുകൾക്ക് എന്തെങ്കിലും കൊടുക്കണ്ടേ? അവർക്ക് ആഹാരം കൊടുക്കണ്ടേ? ഈ ഗസ്റ്റുകളാണോ? ആ, നിങ്ങൾക്കൊക്കെ വീട്ടിൽ നിന്ന് വരുമ്പോൾ ഒരുപതി ചോറുമായിട്ട് വന്നാൽ എന്താ? എന്നെ എന്തിനാ ഇങ്ങനെ കഷ്ടപ്പെടുന്നത്? എന്നാ പിന്നെ ഒരുപതി ചോറുമായിട്ട് നിനക്ക് നിന്റെ വീട്ടിൽ ഇരുന്നാൽ പോരെ. നീ എന്തിനാ ഇവിടെ വന്ന് കഷ്ടപ്പെടുന്നത്? അപ്പൊ എനിക്ക് ശമ്പളം വേണം. ഓ, അപ്പൊ ശമ്പളം വേണം. ഒന്നാം തീയതി ശമ്പളത്തിന് ശമ്പളം വേണം. ഒന്നാം തീയതി ശമ്പളം വേണമെങ്കിൽ ഇവിടെ പണിയണം. വരുന്ന ഗസ്റ്റുകൾക്ക് ആഹാരം ഉണ്ടാക്കി കൊടുക്കണം. ഇന്ന് നീ എന്താ ഉണ്ടാക്കിയത്? ഇന്ന് ഉണ്ടാക്കിയത് ഞാൻ പിന്നെ പൊറോട്ട. പൊറോട്ട ഇഷ്ടമല്ലേ? ഇഷ്ടമാണോ? പൊറോട്ടയും കുറുമക്കറിയും. ഓക്കെ, പൊറോട്ട ഇഷ്ടമല്ലേ? ഉണ്ടാക്കിയില്ലേ? പൊറോട്ട ഉണ്ടാക്കത്തിന് കാരണം എന്നാന്ന്? മുതലാളി ഭയങ്കര ദേഷ്യക്കാരനാണ്, ഭയങ്കരമായിട്ട് ദേഷിക്കും. അതുകൊണ്ട് പൊറോട്ട ഉണ്ടാക്കിയില്ല. ഒരു പ്രാവശ്യം പൊറോട്ട ഉണ്ടാക്കിയപ്പോൾ കട്ടി കൂടിപ്പോയെന്ന് പറഞ്ഞ് എനിക്ക് ദേഷിച്ചില്ലേ? പൊറോട്ട ഉണ്ടാക്കുന്നത് നമുക്ക് തിന്നാനാണ്, അല്ലാതെ പട്ടിക്കെട്ടി കാക്ക കെട്ടി എറിയാനല്ല. 1 കിലോ കനമുള്ള പൊറോട്ട ഉണ്ടാക്കി വെച്ചാൽ പിന്നെ വടക്ക് പറയാതിരിക്കും. അതുകൊണ്ടാണ് ഉണ്ടാക്കി. അപ്പൊ പൊറോട്ട ഉണ്ടാക്കിയില്ല. പിന്നെ പിന്നെ ചപ്പാത്തി. ഓക്കെ, ഫിക്സ് ചെയ്തു. ചപ്പാത്തി കുഴപ്പമില്ലല്ലോ. ഓക്കെ, ചപ്പാത്തി ഉണ്ടാക്കിയില്ല. ചപ്പാത്തി ഉണ്ടാക്കിയപ്പോൾ ഒരു പ്രാവശ്യം ദേഷ്യപ്പെട്ടില്ലേ? ചപ്പാത്തി സാധാരണ എങ്ങനെയായിരിക്കുന്നത്? നല്ല റൗണ്ടിൽ കാണാൻ നല്ല അഴകോട് കൂടിയത്. ഇത് ഇന്ത്യയുടെ മാപ്പ് പോലെ ചപ്പാത്തി ഉണ്ടാക്കി വെച്ചത്. പിന്നെ എങ്ങനെ ഞാൻ ദേഷ്യപ്പെടാതിരിക്കും, വടക്ക് പറയാതിരിക്കും? നിങ്ങൾ പറയൂ. ചപ്പാത്തി ഉണ്ടാക്കിയില്ല. ചപ്പാത്തി ഉണ്ടാക്കിയില്ല. പിന്നെ ചപ്പാത്തിക്ക് പിന്നെ ഞാൻ ഇടിയപ്പം. ഒക്കെയാണോ? നാടൻ അരി കൊണ്ടുണ്ടാക്കി ഇടിയപ്പം കടലക്കറി ഫിക്സ് ചെയ്തു. ഇടിയപ്പം ഞാൻ ഉണ്ടാക്കിയില്ല. ഇല്ല, ഇടിയപ്പത്തിന് കുരുക്ക് കൂടുതലാന്ന് പറഞ്ഞ അന്നൊരു പ്രാവശ്യം എന്നെ വഴക്ക് പറഞ്ഞില്ലേ? കുരുക്ക് കൂടി അല്ലല്ല, കുരുക്കെന്നാ പറഞ്ഞ. ഈ ഇടിയപ്പത്തിന് കുരുക്ക് ഒരുപാട് കൂടി പോയെന്ന് പറഞ്ഞ ഒരുപാട് ഭയങ്കര ദേഷ്യമാണ്. അല്ലല്ല, ഞാൻ ഉപ്പ് കൂടി പറഞ്ഞാണ് വഴക്കുണ്ടാക്കി. അല്ലല്ല, ഉപ്പല്ല, കുരുക്ക് തന്നെ പറഞ്ഞത്. അപ്പൊ കുരുക്കിന്റെ കാര്യത്തിൽ ഇടിയപ്പം ഉണ്ടാക്കിയില്ല. പിന്നെ ഞാൻ കണ്ടോ, ഊത്തപ്പത്തിന്റെ കാര്യം പറഞ്ഞപ്പോ തന്നെ ഭയങ്കര ദേഷ്യം. അപ്പൊ ഞാൻ ഉണ്ടാക്കി കൊടുത്തായിരുന്നു, എന്നെ കൊന്നില്ലായിരുന്നു, എന്നെ കൊല്ലായിരുന്നു. അതാ ഞാൻ ഒന്നും ഉണ്ടാക്കാൻ വന്നേ. എന്തോ, എനിക്ക് വിശന്ന് എന്റെ അണ്ടം പൊരിയാണ്. നീ അപ്പുറത്തെ വീട്ടിൽ ചെന്നൊരു ശകലം പഴങ്കഞ്ഞി വെള്ളമെങ്കിലും എനിക്ക് വാങ്ങിച്ചു കൊടുത്താ? ഇല്ല, ഞാൻ പോകത്തില്ല. ഇവിടെ ചെല്ലട പോലെ ഷർട്ടോ പാന്റോ ഒക്കെ മുക്കാനാന്ന് പറഞ്ഞാൽ മതി, അവർ തരും. ഇല്ല, അത് പറഞ്ഞാൽ ഞാൻ 3 പ്രാവശ്യം മേടിച്ച് കുടിച്ചത്. ഇനി എനിക്ക് വയ്യ. എന്നാ എനിക്ക് ശകലം വിഷം തരാമോ? നീ എന്തിനാ പ്രത്യേകിച്ച് വിഷം? ഇതിന് ഒരു പഴത്തിനകത്ത് വെച്ചങ്ങ് വിഴുങ്ങിയാ മതി. എലി വിഷം. ഒന്നുമില്ല മോളെ, ഒരു പടിയും കൂടി അവനങ്ങ് പൊക്കി വെച്ചെന്നേ ഉള്ളൂ.